സഭയിൽ അങ്ങനല്ലേ? മോള് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ ചെന്നപ്പോ കമ്മലും മാലെ ഇട്ടു, കണ്ണ് വെഴുതി പൊട്ടും തൊട്ടു, പിന്നെ പുരിയോ മടിച്ചു, ഇത് ചുട്ടാത്തേക്കുന്നതിന് ഉടനെ വീട്ടിൽ വന്നപ്പോ അപ്പനും അമ്മയും കൂടെ അവളോട് ചോദിച്ചു. ഉടനെ പാസ്റ്റോട് കമ്മലിടരുതെന്ന് ഇവിടെ എഴുതിയത്. തൊട്ടടുത്തുള്ളവരോട് സുവിശേഷം പറയുകയല്ല. എന്നിട്ട് ട്രെയിനെ കയറി ആന്ധ്രയ്ക്ക് പോകുക, ആത്മഭാരം. ഈ ചൂടും പിടിച്ച് ആന്ധ്ര വരെ പോകേണ്ട കാര്യം വല്ല കാര്യമുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മതിലിന്റെ എവിടെ എന്ന് പറഞ്ഞാൽ മതി, കുഞ്ഞുഞ്ഞ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു. അത് അവരോട് മിണ്ടുക. അതിര് തർക്കം ഉണ്ടായിട്ട് മതിലും കെട്ടി, 2 ഇഷ്ടിക കെട്ടി. എന്നിട്ട് ആത്മഭാരം കയറിയിട്ട് ആന്ധ്രയ്ക്ക് പോവുക. എവിടെ പോകുന്നു? ഞാൻ വിജയവാഡയ്ക്ക്. എന്തിനാണ് ആ ചൂടും പിടിച്ച് വിജയവാഡ വരെ? അപ്പനും അമ്മയ്ക്ക് വെള്ളം കൊടുക്കല്. അവർ അനാഥാലയത്തിൽ എന്ന് പറയാം വിടുതലിന്റെ ശുശ്രൂഷ. ഒരു പ്രത്യേക പാസ്റ്റ് വരുന്നുണ്ട്. അവൻ കിടന്ന് ഇങ്ങനെ നിന്നെ കൊല്ലും ഞാനും ചാവെന്നും പറഞ്ഞ് അവൻ കിടന്ന് വെള്ളം. എന്നിട്ട് പോരാ പോരാ പോരാ, പെണ്ണുങ്ങളെല്ലാം തുള്ളി ഊപ്പാട് വരിക. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾ എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരിമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുക്കുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ദൈവത്തിന്റെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ദൈവത്തിന് മഹത്വം. ദൈവവചനത്തിൽ നിന്ന് അല്പമിനിറ്റുകൾ ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. യൂദായുടെ ലേഖനം 3-4 വാക്യങ്ങളാണ്. ഈ വേദപുസ്തകത്തിലെ ലേഖനങ്ങളിൽ ഒടുവിലത്തെ ലേഖനമാണ് യൂദയുടെ ലേഖനം. നമുക്കറിയാം ഈ യൂദ ആരാണെന്ന്. യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനായ യൂദ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നാണ്. യൂദയുടെ ജനനവും ജനനവും 2 വിധത്തിലാണ്. യേശുക്രിസ്തുവിന്റെ ജനനം നമുക്കറിയാം. വചനം പഠിക്കുന്നവർക്ക് വചനം ജഡമായി തീർന്നു. എന്നാൽ യൂദ ആ വിധത്തിലല്ല ജനിച്ചത് നമുക്കറിയാം. അപ്പൊ ക്രിസ്തുവേശുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിനെ പ്രസവിച്ച് അനന്തരം അമ്മ വീണ്ടും മക്കളെ പ്രസവിച്ചെന്ന അതിന്റെ അർത്ഥം. മറിയത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുന്ന വിശ്വസിക്കുന്ന നാം മറിയത്തെ നിത്യകന്യകയായിട്ട് അംഗീകരിക്കാത്തതും ആരാധിക്കാത്തതും. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്കറിയാമല്ലോ, ആ വിദ്വാൻമാരും ആട്ടടയന്മാരും ഒക്കെ വിദ്വാൻമാർ വന്ന് പൊന്നെ മൂരെ കുന്തിരിക്കം കൊണ്ട് കാഴ്ച വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കുന്നത് വീണ് അവനെ നമസ്കരിച്ചെന്ന. അമ്മ അടുത്തുണ്ട്, അമ്മയ്ക്ക് നമസ്കാരമില്ല, നമസ്കാരം അവിടത്തേക്ക് മാത്രമാണ്. അമ്മയെ ബഹുമാനിക്കണം, അമ്മയെ ആദരിക്കുന്നത് കുഴപ്പമില്ല, അമ്മയെ പ്രശംസിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ, ഈ യൂദ ഈ ലേഖനം എഴുതിയതാണ്. നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. ഈ യൂദയുടെ ലേഖനത്തിന്റെ വേറെ 1-2 വിശേഷത ഞാൻ എപ്പോഴും പറയാറുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാ ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അത് ഓർഡറിൽ കൊണ്ടുവന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകിലാ ലേഖനം കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു കാരണം, ഈ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. നിത്യത. മറ്റു ലേഖനങ്ങളിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിത്യത എന്ന പദത്തെ പറ്റി പലയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. 24-25 വാക്യം വായിച്ചേ. വീടാലവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. സർവകാലത്തിനും
മുമ്പ്. ആ പദം അടിവര സർവകാലത്തിന് മുമ്പ്, ഇപ്പോഴും സദാകാലത്തോളം. രണ്ട് പദമാണ്, സർവകാലത്തിന് മുമ്പും സദാകാലത്തോളം. ഈ രണ്ട് പദം നിത്യത എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സദാകാലത്തോളവും സർവകാലത്തിനും മുമ്പും നിത്യത. ഇനി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, ഇപ്പോൾ നമ്മെ വിട്ട് കടന്നു പോകുന്ന ആരും നിത്യതയിൽ പോകുന്നില്ല. ചുമ്മാ എഴുതി ഒട്ടിരിക്കുക, പാപ്പച്ചൻ നിത്യതയിൽ, തോമാച്ചൻ ആരും ഇപ്പൊ പോകുന്നില്ല, അച്ചാമ്മ നിത്യതയിൽ. സ്വഭാവം വെച്ചാൽ ഒരു തരത്തോട്ടും പോകാൻ സാധ്യത ഇല്ല. നമ്മളൊരു അഭിപ്രായ വ്യത്യാസം വേണ്ടെന്നോർത്താ അതിര് മാന്തുകയും സഹോദരങ്ങളോട് മിണ്ടാതിരിക്കുകയും വഴക്കുണ്ടാക്കുകയും സഭയുണ്ടാക്കുകയും കേസും കോടതിയും വഴക്കും, മരുമകളെ പൂരിപ്പിക്കുകയും അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്ത സഹോദരി, ചേട്ടാനിയന്മാർ തമ്മിൽ മിണ്ടാത്തതും അവര് നിത്യത. അപ്പം നിത്യത എന്ന് ഉദ്ദേശിക്കുന്നത് കാളച്ചന്തയല്ലല്ലോ. കടന്നു പോകുന്ന ആരും നിത്യതയില്ല. നിത്യത നീ എത്ര കാലം കഴിഞ്ഞ് അപേക്ഷിക്കുന്നേ? ശരിയായ പ്രയോഗം കർത്താവിൽ നിദ്ര പ്രാപിച്ചു, ക്രിസ്തുവിൽ മരിക്കുന്നു, അല്ലെങ്കിൽ മഹത്വത്തിൽ. സ്തോത്രം വേണേ, വലിയ തെറ്റില്ല ബിബിളിക്കലായിട്ട്. ഇമ്പങ്ങടെ പറദീസയിൽ അതും വലിയ കുഴപ്പം ഇല്ല. അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ വലിയ പെശകില്ലാത്തതാണ്. ഇപ്പൊ അങ്ങനൊരു പദം വെച്ചത് കൊണ്ട് ഉടക്കുണ്ടാക്കേണ്ട കാര്യമില്ല, എങ്കിലും ന്യായമായ കാര്യമാണ്. നിത്യത എന്ന് തുടങ്ങി എന്ന് തീരുമെന്ന് ആർക്കും പറയാനും ഒക്കത്തില്ല. അത് സർവാധി ദൈവമാകുന്ന അവിടുത്തെ നിശ്ചയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ നിത്യത എന്ന് തുടങ്ങി എന്ന് തീരും ആർക്കും പറയാനൊക്കത്തില്ല. പക്ഷെ ദൈവമക്കൾ നിത്യതയിലോട്ട് പ്രവേശിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഉദാഹരണമാ, ഉടക്കുണ്ടാക്കാനല്ല, MC കിടക്കുക അങ്ങ് തിരുവനന്തപുരം മുതല് അങ്കമാലി വരെ MC റോഡ്. MC റോഡിന്റെ രണ്ട് അറ്റം ഉണ്ട്, സ്റ്റാർട്ടിങ്ങും ഉണ്ട് ഫിനിഷിങ്ങും ഉണ്ട്. നിത്യതയ്ക്ക് അതില്ല, മനസ്സിലാക്കാൻ ഞാൻ. അപ്പം റോഡ് ഇങ്ങനെ കിടക്കുക. നമ്മള് നീലമ്പേരിന്ന് കരുനാട്ടുപാല കൂടി അങ്ങോട്ട് ചെന്ന് കുറിച്ചിക്കൂടെ ചെന്ന് ഔട്ട് പോസ്റ്റിലോട്ട് കയറും. ഔട്ട് പോസ്റ്റ് ആണോ നിത്യത? അല്ല. എന്ന് പറഞ്ഞ പോലെ ദൈവമക്കൾ നിത്യതയിലോട്ട് പ്രവേശിക്കുന്നേ ഉള്ളൂ. ഇത് എന്ന് തുടങ്ങി എവിടെ തീരും ആർക്കും പറയാനൊക്കത്തില്ല. ആ നിത്യതയ്ക്ക് മുമ്പേ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് രാത്രിയും ഇവിടെ സന്തോഷത്തോടെ ഇരിപ്പാനിടയായി. നമ്മളൊരു പഴയ പാട്ട് പാടുകയല്ലേ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നിൻ പുത്രത്വം തന്നതിനാൽ, എനിക്കു നിൻ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ, യാചന നൽകണമേ കർത്താവേയൻ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ, യാചന നൽകണമേ. ഓ കർത്താവേയൻ, യാചന നൽകണമേ. ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും നിത്യതയിൽ പ്രവേശിക്കും. ആട്ടെ, നമ്മുടെ വിഷയമല്ലോ. അപ്പൊ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത പദമേ യൂദയുടെ ലേഖനത്തിലുള്ളൂ. അതെന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. 21, 22 അധ്യായം പഠിക്കുമ്പോൾ അല്പമായിട്ട് ഒരു ചെറിയ വിശദീകരണം തന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അതുകൊണ്ടാണ് ഇത് വെളിപ്പാടിന്റെ പുറകിൽ കൊണ്ട് അവര് ക്രമപ്പെടുത്തിയപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറയാറുണ്ട്, ഈ യൂദയുടെ ലേഖനത്തില് ആകെ എത്ര വാക്യമുണ്ട് നോക്കാതെ ആദ്യം പറയണം, എന്നിട്ട് പിന്നെ പറഞ്ഞില്ലെങ്കിൽ നോക്കിയിട്ട് പറയാം. ആദ്യം നോക്കാതെ നോക്കാതെ പറയണം.
ആണ്ടിരുന്ന് നോക്കരുതെന്ന് പറഞ്ഞപ്പോ അങ്ങ് അച്ഛൻ ഇരുന്ന് നോക്കുക. ആട്ടെ. അപ്പൊ യൂദയുടെ ലേഖനത്തിൽ ആകെ 25 വാക്യം. കുഞ്ഞുമച്ചാൻ ഇതൊക്കെ തിട്ടമാണെന്ന് എനിക്കറിയാം, കാരണം നന്നായിട്ട് വേറെ പുസ്തകം കൈകാര്യം ചെയ്യുന്നയാളാണ്. പുള്ളി ഷൂപാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പുള്ളി ഇരിക്കുന്നിടത്ത് പ്രസംഗിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം പുള്ളി പിടികൂടും. സ്തോത്രം. വചനത്തിൽ തിട്ടമുള്ളത് കൊണ്ട്. അല്ല, നല്ലതാ, സഭയ്ക്കകത്ത് വചനത്തിൽ തിട്ടമുള്ളവർ വേണം. സ്തോത്രം. ഇല്ല വിഡിത്തമെല്ലാം പറഞ്ഞാൽ, ഏത് വിഡിത്തം പറഞ്ഞാലും അല്ലേലൂയ, പിന്നെയും വിഡിത്തം പറയുമ്പോൾ അല്ലേലൂയ. അങ്ങനെ വിഡ്ഢികൾ ഒത്തിരി ഉണ്ട്. സൈമൺ സാർ കൊടുത്തിരിക്കുന്ന വിഡ്ഢികൾ കൂട്ടം വിടലച്ചിരിയുമായി വിഡിത്തമെല്ലാം പറഞ്ഞേച്ച്. വചനത്തിൽ തിട്ടം വേണം. കർത്താവ് പറയാൻ പറഞ്ഞു, നിങ്ങൾ തിരുവഴുത്തും ദൈവശക്തിയും അറിയാൽ തെറ്റിപ്പോകുന്നെന്നാ. അപ്പൊ തെറ്റരുത്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനുണ്ട്, സൗമ്യതയും ഭയഭക്തിയും ഉണ്ട്, പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയും ചെയ്യണം. അപ്പൊ ഈ യൂദായുടെ ലേഖനത്തിൽ ആകെ 25 വാക്യങ്ങളെ 25 വാക്യമുള്ളൂ. ശ്രദ്ധിച്ചേ, 25 വാക്യമേ ഉള്ളൂ എങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. 25 വാക്യം ഉള്ളെങ്കിലും സകല കാര്യമെന്ന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതൽ യൂദ കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള സംഭവം മുതലാ യൂദ എഴുതിയിരിക്കുന്നത്. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ നിഷ്കന്മക്ഷ യുഗത്തിൽ, അല്ല ഒന്നുകൂടെ പറഞ്ഞാൽ നിഷ്കന്മക്ഷ യുഗത്തിന് മുൻപ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതലാ യൂദ തുടങ്ങിയിരിക്കുന്നത്. ദൂതലോകത്ത് നടന്ന സംഭവം. ഭൂതലോകം എല്ലാം കഴിഞ്ഞാന്നില്ല പിന്നെ നിഷ്കന്മക്ഷ യുഗവും മനുഷ്യ സൃഷ്ടിയെല്ലാം. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ പറഞ്ഞു. 6-ാം വാക്യം വായിച്ച ദൂതലോകത്തെ വിഷയം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ മഹാദിവസ ദൈവദാസൻ ഇത് ഇച്ചിരൂടെ അങ്ങോട്ട് നീക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് ഇച്ചിരൂടെ നീക്കിക്കോ. അതിലെ ഇനി ആരും വരുന്നില്ലല്ലോ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാൻ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവൾ ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ തുടങ്ങിയിരിക്കുന്നത്. വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ അപ്പൊ ദൂതലോകത്തെ വിഷയം തുടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതൽ യൂദ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് 25 വാക്യം ഉള്ളെങ്കിൽ ഈടുറ്റ ലേഖനമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം വേദപുസ്തകവുമായിട്ട് കുറച്ചുകൂടെ പരിചയമുള്ളവർക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നും. അല്ലാത്തവര് പിന്നെ ഈ യോഗം കഴിഞ്ഞിട്ട് പറയും ഒരു വിടുതൽ നടന്നില്ലെന്ന് പറയും. അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്തോത്രം. പണ്ട് ഒരു തമിഴ് പോലെ ശീലിച്ചു പോയി സാറേ സെറിപ്പെടുകയല്ല. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ തുടങ്ങി. 25 വാക്യമേ ഉള്ളെങ്കിൽ ഈടുറ്റ ലേഖനമാണ്. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ 18-ാം വാക്യം. അന്ത്യകാലത്ത് ഭക്തി കെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ തെളിയിച്ചു. അപ്പോൾ ഇത് ആഴമേറിയ ഈടുറ്റ ലേഖനമാണ്. ഈ ദൂതലോകത്തെ വിഷയം പഠിക്കുമ്പോൾ ഈ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ വേദ പഠിതാക്കളുടെ ഇടയിൽ തർക്കമുള്ളൊരു ഭാഗമായത്, വാദവും തർക്കവും നടക്കുന്ന ഒരു വാക്യമായത്. ചില വിഭാഗക്കാർ പറയുന്നത് ലൂസിഫറിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നതെന്നാണ്. എസെക്കിയേൽ 28-ഉം യെശയ്യാ 14-ൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൂതന്മാർ അവരുടെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. പ്രതാപവും ഇതെല്ലാം കൂടെ അങ്ങോട്ട് നിറഞ്ഞ് അഹങ്കാരം മുഴുത്ത്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതന്റെ സിംഹാസനം മീതെ ഞാൻ ഉത്തര സമാഗമന പർവ്വതത്തിന്മേൽ ഇരുന്നരുളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞപ്പോ തമ്പുരാൻ വെട്ടി. അങ്ങനെ വെട്ടുകൊണ്ട് സ്ഥാനഭ്രംശം ഉണ്ടായ ദൂതന്മാരാണ് ചിലരുടെ വാദം. തർക്കമുള്ള വാക്യമാണ് ഇത്. നേരത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്ക് ഒരു വിഷയം ഒന്നുമില്ല.
പണ്ട് സൈമൺ സാറിന്റെ കയ്യിൽ ഒരാളൊരു പാട്ട് എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു, സാറ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഒന്ന് തിരുത്തി. പുള്ളി നോക്കിച്ച് പറഞ്ഞു, ഒന്നും തിരുത്താനില്ലെന്ന് പറഞ്ഞു. കാരണം മുഴുവൻ തെറ്റായിട്ട് വെച്ചേക്കുന്നു. തെറ്റെന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയാ പോരെ. പുള്ളി പറഞ്ഞു, ഇതിൽ തിരുത്താനായിട്ടൊന്നും. അപ്പൊ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് സംശയം ഉദിക്കും. അപ്പോ എസെക്കിയേൽ 28 യെശയ്യാ 14 പറഞ്ഞിരിക്കുന്ന ദൂതന്മാർ വാഴ്ച കാത്തുകൊള്ളാതെ അവിടെ നിന്ന് പോന്നതാന്ന ചില ആൾക്കാരുടെ വാണ്. എന്നാൽ വേറെ ചില വിഭാഗക്കാർ പറയുന്നത് ആദി മാതാപിതാക്കളാകുന്ന ആദമിനെ ഹവ്വായെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. 4 കാര്യം ദൈവം പറഞ്ഞു. തോട്ടം കാക്കണം, വേല ചെയ്യണം, പിന്നെ എന്തൊക്കെ 4 കാര്യം. പിന്നെ 4 കാര്യം. അതിമുതൽ കൻപേതോൻ നാരാകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോൻ. അതിമുതൽ കൻപേതോൻ നാരാകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോൻ. നിധി വരം 4 ഉരച്ചാൻ പെറ്റു പെരുകി മന്നിടം വാഴ്കന്നരുൾ ചെയ്താൻ. നിധി വരം 4 ഉരച്ചാൻ പെറ്റു പെരുകി മന്നിടം വാഴ്കന്നരുൾ ചെയ്താൻ. ഞാൻ പാട്ട് അങ്ങ് ലോപിക്കുക, നിങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളാ താമസിച്ചു വന്നത്. നിങ്ങൾ പറയുന്നത് കുറയ്ക്കണ്ടായിരുന്നു, പാടായിരുന്നു, നേരത്തെ വരികയായിരുന്നേ. ഞാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ പഴുതടച്ച് വർത്താനം പറഞ്ഞോണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പഴുതടച്ച് പോകുന്നത്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഭൂതലോകത്തെ തുടങ്ങിയത്. അപ്പൊ ചെല്ലു പറയുന്നത് ഈ ആദി മാതാപിതാക്കളാകുന്ന ആദമിനെ ഹവ്വയും തോട്ടത്തിലാക്കി 4 കാര്യം പറഞ്ഞു. തോട്ടം കാക്കണം, വേല ചെയ്യണം, സന്താന സമ്പത്തുള്ളവരായി പെരുകണം, അടക്കി ഭരിക്കണം. ഈ കാക്കണം എന്ന പദം വന്നപ്പോ ഓർക്കണം, ആരോ ഇതിനകത്ത് കയറാൻ സാധ്യത. അതുകൊണ്ടല്ലേ കാക്കണം, സൂക്ഷിക്കണം, തോട്ടം സൂക്ഷിച്ചോണം. എന്തായാലും കൊള്ള ആദി മാതാപിതാക്കൾ ഇത് കാത്തില്ല. കാക്കാഞ്ഞത് കൊണ്ട് ആ പാമ്പ് തോട്ടത്തിനകത്ത് കയറി. പാമ്പ് വന്നത് ആരുടെ അടുക്കല? പാമ്പിനും അറിയാം അമ്മാമ്മയെ പിടിച്ചാലേ കാര്യം നടക്കുള്ളൂ. ചില വീടുകളിൽ അങ്ങനല്ലേ, അമ്മാമ്മയുടെ കാര്യം പറഞ്ഞാലേ കാര്യം നടക്കുകയുള്ളൂ. അച്ഛൻ ഇങ്ങനെ ഒരു ആള് കളിച്ച് അവിടെ നടക്കുന്നല്ലാതെ മിണ്ടുന്നില്ല. പുള്ളി ഇങ്ങനെ ഒരു വീടിനൊരു കാവലായിട്ട് ഇരിക്കുക. നിങ്ങൾ ഈ ബുദ്ധിയുള്ളവരങ്ങനെ നേരെ അമ്മാമ്മയോട് എന്നേ കാര്യം പറയുള്ളൂ. അമ്മാമ്മ അത് അങ്ങ് പൊക്കോ, ഞാനൊക്കെ ആനയായിട്ട്. ഇനി അമ്മാമ്മയുടെ കാര്യം പറഞ്ഞേ അച്ഛനെ സമ്മതിച്ചില്ലേ? നിങ്ങളത് സമ്മതിക്കും. പിന്നെ അച്ഛൻ പിന്നെ ഒരു കുടുംബം വേണ്ടെന്നാ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാഴി ഒന്ന് ഒറ്റക്കെട്ടായിട്ട് എന്നെ ആക്കുകയാണോ? ഇത് ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവമാണ്. പാമ്പിനും അറിയാമായിരുന്നു അമ്മാമ്മ എടുക്കെ ചെന്നാലേ. അല്ല, ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പറയാം, അമ്മാമ്മയും പാമ്പും എന്തൊരു യോജിപ്പ. അമ്മാമ്മ ഞാൻ അത് അധികം വിവരിക്കുന്നില്ല, ആ ഭാഗം ഇഷ്ടം. ആ ഭാഗമൊക്കെ വിസ്തരിക്കുന്നത് ലോകമെല്ലാം പറഞ്ഞേ. പാമ്പ് ചോദിച്ചു കാണുമായിരിക്കും എന്ത് ചെയ്യാന്ന്. അന്നേരം അമ്മ പറഞ്ഞു, അപ്പൊ ഇവൻ ചോദിച്ചു എപ്പോ വരുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വൈകിട്ട്. ബെയില എന്നാ? അല്ല, അച്ഛനോടൊരു കാര്യം പറയാം. അത് കുഴപ്പമില്ല അച്ഛൻ, ഞാൻ വരുമ്പോ നീ എന്നോട് പറഞ്ഞാൽ മതി. അച്ഛനുണ്ടേലും ഞാൻ ഇവിടുത്തെ കാര്യമല്ല. ചുരുക്കി പറഞ്ഞാൽ പാമ്പ് ഈ സ്ത്രീയെ ചതിച്ചു, വഞ്ചിച്ചു. പൗലോസിന്റെ ഭാഷ അങ്ങനെയാണ്. സർപ്പം ഹവ്വയെ ചതിച്ചു. വേറൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞു സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട്. അപ്പൊ ചതിവും വഞ്ചനയും ഇത് പിശാചിന്റെ പരിപാടിയാണ്. നിങ്ങളെ ആരെങ്കിലും ചതിച്ചാൽ ഓർത്തോണം ഷാജാവൻ, ആരെങ്കിലും വഞ്ചിച്ചാൽ ഓർത്തോണം അവൻ പിശാചിനാൽ പിടിക്കപ്പെട്ടവനാണ്. ഇത് രണ്ടും പിശാചിനിൽ നിന്ന് വരുന്നതാ, ചതിവും വഞ്ചനയും. 2 കാര്യം. നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ ഓർത്തോണം അവനെ പിശാചി പിടിച്ചതാ, പ്രാർത്ഥിച്ചോണം സാത്താൻ വിട്ടു പോകാൻ. അപ്പൊ ഇങ്ങനെ ചതിച്ച് വഞ്ചിച്ചു.
ഈ സാധാരണ എല്ലാവരും പറയുന്നതിന് വ്യത്യസ്തമായിട്ട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഈ ചതിക്കപ്പെട്ട് വിലക്കപ്പെട്ട കനി ഈ അമ്മ ഭക്ഷിച്ചു. കടിച്ചതിന്റെ ബാക്കിയാണോ അതോ ഒരെണ്ണം മൊത്തം തിന്നേച്ചു വേറൊരെണ്ണം പറിച്ചുകൊണ്ട് വന്നതാണോ എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപ്യം കാമമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു, തിന്നു. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? 6-ാം വാക്യം വായിച്ച നിങ്ങൾക്ക് ഒരു ഡൗട്ട് പോലെ 3-6 ക്ലിയർ ആയി പോവാ. അല്ല മുഴുവൻ തിന്നോ അതോ പകുതി തിന്നോ എങ്ങനെയാണെന്ന് അതറിയാനാ. നിങ്ങളുടെ വായിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ? മുഴുവൻ തിന്നതാണോ പകുതി തിന്നതാണോ? അത് പറഞ്ഞു. 3-6 വായിക്കും. മുഴുവൻ തിന്ന ഉടക്കുണ്ടാക്കേണ്ട ഇത് കഴിച്ചേച്ചേ ഇവനും കൊണ്ട് കൊടുത്തു, ആദമിന് കൊടുത്തു. അപ്പൊ ഈ ആദാം ബുദ്ധിയോടെ പെരുമാറുമായിരുന്നു, കൊണ്ട് കൊടുത്തപ്പോ കുഞ്ഞുമ്മ കഴിച്ചോടി. ഇത് കഴിക്കാതെ ഈ സഹോദരിയും കൂട്ടി ദൈവം നിങ്ങൾ ഇട്ടോണ്ട ചോദിച്ചാൽ മതി. അവിടുന്ന് കൂട്ടാൻ തന്ന തക്ക തുണയായി തന്ന സ്ത്രീയെ പാമ്പ് ചതിച്ചു, വഞ്ചിച്ചു. പൊറുക്കണം, ക്ഷമിക്കണം, ഞാൻ കഴിച്ചില്ല. അവള് കഴിച്ചു, പാമ്പ് ചതിച്ചു, വഞ്ചിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്ക് ദൈവം ഉണ്ടാക്കുമായിരുന്നു. ദൈവത്തിന് പരിഹാരമില്ലേ? ന്യായം പറ. ജസ്മിന്റെ അഭിപ്രായം പറഞ്ഞേ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായത്തോട് യോജിക്കേ. ജസ്മിന്റെ അഭിപ്രായം പറഞ്ഞേ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നോ അതോ ഉടക്കുകയാണോ? യോജിക്കുന്നു. നിങ്ങളുടെ അമ്മാമ്മയുടെ അഭിപ്രായം പറ. ന്യായമായൊരു അഭിപ്രായമല്ലേ ഞാൻ പറഞ്ഞേ? കുഞ്ഞാച്ചന്റെ അഭിപ്രായം എന്നാ? ഇത് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആദാമാ ചെയ്തെന്ന്. ആദാമാ പാപം ചെയ്തേ. സ്ത്രീ വഞ്ചിക്കപ്പെട്ടു, സ്ത്രീയെ ചാദിച്ചു. പാപം ചെയ്തതാരാ? ആദാം. അതാ നമ്മൾ ഈ കടന്ന് കുഴയല്ല. അവർക്കിപ്പോഴും സുഖമല്ലേ? നമ്മളല്ലേ കടന്ന്? മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും. ആദാം ഇത് ചെയ്താൽ മതിയായിരുന്നു. ദൈവമേ, നീ എന്നോട് തന്ന, എനിക്ക് തക്ക തുണയായി തന്ന സ്ത്രീ തെറ്റ് ചെയ്തു. അവള് മനഃപൂർവ്വമല്ല, ആ പാമ്പ് വഞ്ചിച്ചതാണ്. അപ്പൊ ദൈവം ചോദിക്കും, എന്തിയെ? അവൾ എന്തിയാ? അവൾ ആണ്ട മരത്തിന് മറഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് വരാനൊരു ബുദ്ധിമുട്ട്. ആദാമിന് ചെല്ലാൻ കാരണം പഴം കഴിച്ചില്ല. നിശ്ചയമായിട്ടും ദൈവം എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കിയത്. കാരണം അവിടുന്ന് കരുണാമയനാണ്, അവിടുന്ന് ദയയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇതിനകത്തെ ആത്മീയ പാഠം, വീട്ടിൽ ഒരാളൊരു തെറ്റ് ചെയ്തു, കൽപ്പന ലംഘനം നടത്തി, അപാകത വന്നെങ്കിൽ മറ്റെല്ലാം കൂടെ യോജിക്കരുത്, അതിനെ നീതീകരിക്കരുത്. ഇപ്പൊ സഭയിൽ അങ്ങനല്ലേ? മോള് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ ചെന്നപ്പോ കമ്മലും മാലെ ഇട്ടു, കണ്ണ് വെടുതി പൊട്ടും തൊട്ടു, പിന്നെ പുരിയോ മടിച്ചു, ഇത് ചുട്ടാത്തേക്കുന്നതിന് ഉടനെ വീട്ടിൽ വന്നപ്പോ അപ്പനും അമ്മയും കൂടെ അവളോട് യോജിച്ചു. ഉടനെ പാസ്റ്റോട് കമ്മലിടരുതെന്ന് ഇവിടെ എഴുതിയേക്കുന്നേ കണ്ടോ? കുഴപ്പടി കണ്ടോ? എന്നാ ചെയ്തത് തെറ്റാണെന്നോ ഒരു പശ്ചാത്താപമോ അല്ല. ഉടനെ പിന്നെ അതിനോട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മൂത്ത മോൻ 2 വീശി കല്യാണത്തിന് പോയപ്പോ അവര് നട വിളിച്ചപ്പോ ഇവനും കൂടെ കയറി അങ്ങ്. അങ്ങനെയൊക്കെ വിളിക്കുന്ന വിദ്വാന്മാര് പെന്തിക്കോസിലും ഉണ്ട്. മനസ്സിലായില്ലേ കുഞ്ഞാൻ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ലേ? പിന്നെ നിങ്ങള് അത് മാറ്റി ആളിനെ ഒന്ന് കാണട്ടെ. കോവിഡ് ഒന്നും വരികയല്ല. നമ്മുടെ അല്ല, പുള്ളി ചുമ്മാ അല്ല, നരയായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. സ്തോത്രം. അല്പം
ഇവൻ എപ്പോഴും അജീർണതയാ. ഇവൻ ഈ സഭ വന്ന കാലം മുതൽ അപ്പൊ ഇവൻ ചെയ്ത തെറ്റാന്ന് ഉടനെ ചെല്ല് പറയുകയല്ല, ഉടനെ അതിനെ ന്യായീകരിക്കാൻ നോക്കും. അതങ്ങനെ വലിയ അവന് അങ്ങനെ കൺട്രോൾ വിട്ടൊന്നും. പാസ്റ്റർ എന്നാലും പാസ്റ്റർ വന്നപ്പോൾ മുണ്ട് എല്ലാം മടക്കൊക്കെ തഴിച്ചിട്ട് അവൻ വളരെ തെറ്റിദ്ധരിക്കുകയല്ല, ഇത് തെറ്റാണെന്ന് പറയണം. ആദാം ഇത് പറയാൻ മതിയായിരുന്നു, തെറ്റിപ്പോയി കോമഡി ഉണ്ടാക്കണം, ഞങ്ങളെ 2 തട്ടാക്കരുത്. അവിടുന്ന് കരുണയുള്ള ദൈവമല്ലേ. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്തിടുവി, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ. കെറൂറുകളെ അവൻ ഈ പാപം ചെയ്ത ദൂതന്മാർ ക്രമം കെട്ട് ജീവിച്ച് നെബിലി മല്ലന്മാര് ജനിച്ച് അങ്ങനെ പിടിച്ച് കെട്ടി അന്ധകാരത്തിന്റെ ചങ്ങല കിട്ട് ബന്ധിച്ച് ആക്കി വെച്ചൊന്ന ചിലരുടെ ഭാവം. എന്നിട്ട് ഏദൻ തോട്ടത്തെ കീഴ്മേൽ മറിച്ചു. ഏദൻ തോട്ടത്തെ എടുത്ത് മറിച്ച് 4 നദിയാ. ഒരു നദി 4 ശാഖ. അത് 2 എണ്ണം ഇപ്പം മേളിൽ കൊണ്ട് ഒഴുകുന്നു, 2 എണ്ണം അടിയിൽ കൊണ്ട് ഒഴുകുന്നു. അതിന് വാക്യമുണ്ട് എഹെസ്കേലില്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ച് ബന്ധിച്ചെന്ന എന്തുമാകട്ടെ, ദൂതലോകത്തെ വിഷയം മുതലാ യൂദാ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് ഈടുറ്റ ലേഖനമാണ്. ഈ ദൂതന്മാരെ പിടിച്ച് അന്ധകാരത്തിന്റെ ചങ്ങല കിട്ട് ബന്ധിച്ചു. ഈ അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ചാനുള്ള കുഴപ്പടി എന്നാന്ന് ചോദിച്ചാൽ, അന്ധകാര ചങ്ങല ബന്ധിച്ചാൽ ദൈവത്തിന്റെ ആയുധപ്പൊരിൽ ഒത്തിരി ആയുധങ്ങളുണ്ടല്ലോ, അതിലൊരു ആയുധം അന്ധകാര ചങ്ങല. പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ച് അന്ധകാരത്തിന്റെ ചങ്ങല ഇട്ട് അവിടെ ബന്ധിച്ചാക്കി. ഈ അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ അതൊരു ചങ്ങലയാണ്. അന്ധകാരം കൊണ്ട് ബന്ധിച്ചാൽ അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കുകയല്ല, അനങ്ങാനും ഒക്കുകയല്ല, അടുത്തിരിക്കുന്നവനെ. തെളിവിനൊരു വാക്യം വായിച്ചേ, മിസ്രയീം ദേശത്ത് മുഴുവൻ കൂരിരുട്ട്. 10:22 വായിച്ചേ. 10:22 ആണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ അറിവുള്ളവരൊന്ന് വായിച്ചു. വായിച്ചേ. അത് തന്നെ. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ട്, അന്ധകാരമാണ്. കൂരിരുട്ട് അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ചെന്ന അതിനൊരു തെളിവാ. മിസ്രയീം ദേശത്തേക്ക് 3 ദിവസം. അടുത്ത വാക്യം, 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. അപ്പൊ 3 ദിവസം അന്ധകാരം വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തൻ അടുത്തത് മതി, എന്തായാലും ഒപ്പിച്ചു. അന്ധകാരത്തിന്റെ ചങ്ങല വന്നാൽ 3 ദിവസം മുഴുവൻ മിസ്രയീം ദേശത്ത് കൂരിരുട്ട്. ഒരുത്തൻ കണ്ടില്ല, കാണാൻ മേല. ഒരുത്തൻ തന്നെ സ്ഥലം വിട്ട് എന്ന് പറഞ്ഞാൽ അനങ്ങാൻ മേല. ഈ അന്ധകാര ശക്തി പിടിച്ചാൽ, അന്ധകാരത്തിന്റെ ബന്ധനം വന്നാൽ, അത് കുടുംബത്തിലാന്നേലും സഭയിലാന്നേലും വ്യക്തിപരമായിരുന്നാലും അന്ധകാര ശക്തി ബന്ധിച്ചാൽ അനങ്ങാനും ഒക്കത്തിൽ അടുത്തിരിക്കുന്നവനെ. ഞായറാഴ്ച 10 മണിക്ക് ഹോളിനകത്ത് കയറിയതാ, 1 മണി വരെ അനങ്ങുന്നില്ല. നിനക്ക് അന്ധകാരം. ചിലപ്പോ സെക്രട്ടറി ആയിരിക്കും, ട്രഷറർ ആയിരിക്കും, കൗൺസിൽ ആയിരിക്കും, കമ്മിറ്റി ആയിരിക്കും, കുന്തമായിരിക്കും, പക്ഷെ അനങ്ങാനൊക്കുന്നില്ല. ചിലക്ക് അന്ന് ഫിക്സഡ് കസാരയുണ്ട്, അത് അച്ചായന്റെ കസാര, അത് കയറി അനങ്ങാനൊക്കുന്നില്ല. എത്രയായോ എന്ന് പറയണേ, കാരണം ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇത് അധികം ഓടുകയല്ലെന്നാ തോന്നുന്നു. സ്തോത്രം. അല്ല, അനീഷ്കാമാനമാണേലും അന്ധകാര ശക്തി പിടിച്ചാൽ അനങ്ങാനും ഒക്കത്തിൽ അടുത്തിരിക്കുന്നവനെ സഭയെ വന്ന് കൈയടിക്കത്തില്ലല്ലോ. ഈ രോഗികളുണ്ട്, വളരെ ക്ഷീണിതരുണ്ട്, അവർക്കൊക്കത്തില്ല. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുന്നവരും, അത് നമുക്ക് ന്യായമാണ്.
കൈയടിക്കാൻ ചിലപ്പോൾ ഒത്തൊന്ന് വരികയല്ല, അവർക്ക് ശരീരത്തിൻ്റെതായ ട്രീറ്റ്മെന്റ് വയ്യ. അതുപോലെ ചിലപ്പോൾ അതൊക്കെ ന്യായമായ കാര്യമാണ്. ചികിത്സയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നവർക്ക് ഒക്കത്തില്ല. എന്നാൽ ഒരു കുഴപ്പവുമില്ലാത്ത നീയെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യാതൊരു കുഴപ്പവും നിനക്കില്ല പ്രത്യക്ഷത്തില്. നീ സഭയ്ക്കകത്ത് വന്ന് കൈയടിക്കാതെ പാടാതെ പ്രാർത്ഥിക്കാതെ സ്വോത്രം പറയാതെ ഇരുന്നാൽ നിനക്ക് പ്യായ, നിന്നെ അന്ധകാര ശക്തി വിടുകൂടിയിരിക്കുക. അതേത് കൊലകൊമ്പനാന്നേലും വേണേ നിങ്ങൾ പറയും ഞാൻ മഞ്ഞപ്പള്ളത്രയിലെയാന്ന്. അതിന് മഞ്ഞപ്പള്ളത്രക്കാര് അന്ധകാരം പിടിക്കുകയല്ലേ? ഏരിയ എന്ന് പറഞ്ഞ ഞാൻ നടയിലച്ഛന്റെ വകയപ്പെട്ടതാ, അന്ധകാരം പിടിക്കുകയല്ലേ? സ്തോത്രം. ഞാൻ പള്ളത്ര ബേവിച്ചാന്റെ ദൈവത്തിന് പള്ളത്ര ബേവിച്ച വിഷയമാണോ? കാവാലം വിഷയമാണോ? നീലപേര് ദൈവത്തിന് വിഷയമാണോ? സ്തോത്രം, സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച ദൈവവൈതൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. അപ്പൊ ഈ അന്ധകാര ശക്തി വീടുകൂടി അനങ്ങാനും മുഖത്തിൽ അടുത്തിരിക്കുന്നവനെ മിക്ക സഭയിലും അടുത്തിരിക്കുന്നവനെ ഇഷ്ടമല്ലല്ലോ. അടുത്തിരിക്കുന്നവനെ കയറി ചോട്ടിരുമ്പോ ചാക്കോച്ചിരിക്കാം. അന്ധകാര ശക്തി കേറി ഇങ്ങോട്ട് വന്നപ്പോ അപ്പാ നല്ല ലോകത്തിലുള്ള ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാം പറഞ്ഞൊരു പരമ കാണുന്ന അയൽക്കാരനെ സ്നേഹിക്കാത്ത നീ അങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല, എന്നിട്ട് നേരെ പരിമലപ്പള്ളിയിലോട്ട് പോവാ. അച്ഛനോട് ഞാൻ അന്ത്യോക്യയിലോട്ട് പോകും. പിന്നെ ചിലർക്കൊരു സ്തോത്രം കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്. ചിലര് തൊട്ടടുത്തുള്ളവരോട് സുവിശേഷം പറയുകയല്ല, എന്നിട്ട് ട്രെയിനിൽ കയറി ആന്ധ്രയ്ക്ക് പോകുക. ആത്മഭാരം. ഈ ചൂടും പിടിച്ച് ആന്ധ്ര വരെ പോകേണ്ട കാര്യം വല്ല കാര്യമുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മതിലിന്റെ എവിടെ എന്ന് പറഞ്ഞാൽ മതി, കുഞ്ഞുഞ്ഞ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്ന യേശു ക്രിസ്തു. അത് അവരോട് മിണ്ടുക. അതിര് തർക്കം, അതിര് തർക്കം ഉണ്ടായിട്ട് മതിലും കെട്ടി, 2 ഇഷ്ടിക കെട്ടി. എന്നിട്ട് ആത്മഭാരം കയറിയിട്ട് ആന്ധ്രയ്ക്ക് പോവുക. എവിടെ പോകുന്നു? ഞാൻ വിജയവാഡയ്ക്ക്. എന്തിനാടാ ചൂടും പിടിച്ച് വിജയവാഡ വരെ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. കാണുന്ന സഹോദരനെ സ്നേഹിക്കണ്ടേ? ദൈവം സ്നേഹമാണ്. സ്നേഹമെല്ലാം ക്ഷമിക്കുന്നെന്നാണ്, എല്ലാം പൊറുക്കുന്നെന്നാണ്. സ്തോത്രം. സ്പർദ്ധിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. സ്നേഹത്തിന് സ്വഭാവവ്യത്യാസമൊന്നുമില്ല. അവര് കനാനായ, ഇവര് യാക്കോബ, അവര് ഓർത്തഡോക്സ്, ഇത് പെന്തിക്കോസ്, അത് ബ്രദറിന്, ഇത് ഇവാഞ്ചലിക്ക, അവര് CS. ദൈവസ്നേഹത്തിന് അങ്ങനെയില്ല. നമ്മളാ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചേക്കുന്നത്. അവൻ കറുത്തവനാ, ഇവൻ വെളുത്തവനാ, അവൻ ഇരുനിറക്കാനാ, ഇവൻ വിളറിയവനാ, അത് കാശുള്ളവൻ. ഇത് ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ഇപ്പോഴത്തെ അങ്ങനെ കാശുള്ളവരെല്ലാം കൂടി കൂടിയ ഒരു സഭ, കാശില്ലാത്തവരെല്ലാം കൂടെ അങ്ങനെ എന്നാണ് പറഞ്ഞ. അവര് ഭയങ്കര വലിയ സഭയാണ്, പോഷ് ആൾക്കാരെല്ലാം കൂടെ. മറ്റവരോ അത് ഗതികേട് പിടിച്ച കുറേയാണ്. ഞങ്ങളെ പി ഗോപി പാസ് അടക്കാനായിട്ട് ഹൈറേഞ്ചിൽ പോയി. ഞാൻ ശുശ്രൂഷ ചെയ്യണമെന്ന് അവർ പറഞ്ഞു ചെന്നു. അപ്പം നമ്മുടെ വാഗമണ്ണിനപ്പുറം. അപ്പം ഞങ്ങൾ വാഗമണ്ണി ഡെഡ് ബോഡി വരാൻ വൈകി, കയറ്റമൊക്കെ കയറി ചെല്ലണം. ഞങ്ങൾ നേരത്തെ അങ്ങ് പോയി. അപ്പം ഞങ്ങളവിടെ ഒരു കാപ്പി, നല്ല കോടമഞ്ഞ് തണുപ്പ്, ഒരു കാപ്പി കുടിച്ചവിടെ നമ്മുടെ ഒരു കൂട്ടുവേലക്കാരൻ വന്നു. അപ്പം ഞങ്ങൾ എന്തുകൊണ്ട് വിശേഷം കൊച്ചുവനെ? ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചു, അവരിപ്പോൾ ഏത് സഭയിലാണ്? ഉടനെ പുള്ളി പറഞ്ഞത് രസകര. പുള്ളി അത് ചർച്ച് ഓഫ് ഒക്കലാഴിയ. ഞാൻ ധരിച്ച് അമേരിക്കയിൽ എങ്ങാണ്ടുള്ളൊരു ചർച്ച, അതിന്റെ ഒരു
ബ്രാഞ്ച് ആണെന്നാ ഞാൻ ചിന്തിച്ചത്. ഞാൻ രസകരമായിട്ട് പറഞ്ഞല്ലേ, പറഞ്ഞ കാര്യം. അതേ ഷൂപാസും ഉണ്ട് സാക്ഷി. പുള്ളി പറഞ്ഞ ചർച്ച് ഓഫ് ഒക്കലാഴിയ എന്ന് പറഞ്ഞു. ചർച്ച് ഓഫ് ഒക്കലാഴിയ. നീലംപേരി ഒക്കലാഴിയ ഇല്ലല്ലോ. അത് നന്നായി, സ്തോത്രം. ദൈവസ്നേഹമകത്ത് വ്യാപരിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കണം. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ പെന്തിക്കോസ് വന്നാലൊന്നും ശരിയാകുകയല്ല. തമ്പേരടിച്ച് തല്ലിപ്പൊട്ടിച്ചാൽ വല്ലതും ശരിയാകുമോ? ഇരുമ്പലൊക്കെ വിടിഞ്ഞേച്ച് ചുക്കൊക്കെ ചായ കുടിച്ചാലോ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കല്. അവർ അനാഥാലയത്തിൽ എന്ന് പറയാം വിടുതലിന്റെ ശുശ്രൂഷ. ഒരു പ്രത്യേക പാസ്റ്റ് വരുന്നുണ്ട്. അവൻ കിടന്ന് ഇങ്ങനെ നിന്നെ കൊല്ലും ഞാനും ചാവെന്നും പറഞ്ഞ് അവൻ കിടന്ന് എന്നിട്ട് അവർ പോരാ പോരാ പോരാ. പെണ്ണുങ്ങളെല്ലാം തുള്ളി ഊപ്പാട് വരിക. മാതാപിതാക്കളെ ബഹുമാനിക്കണ്ടേ? പുസ്തകം അങ്ങനെ പഠിപ്പിക്കും. നിനക്ക് നന്മയുണ്ടാകുവാനും ഈ ഭൂമിയിൽ ദീർഘായി സ്വടിപ്പാൻ തമ്പേർ തല്ലി പൊട്ടിക്കണമെന്നല്ല. നിന്റെ അപ്പനെ അമ്മയും സ്തോത്രം. പൗലോസിന്റെ ആ ലേഖനം എന്തോ ഈടിട്ട ലേഖനം. കഴിയുമെങ്കിൽ സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ഞാൻ ദൈവമക്കളോട് തൊടുകയോടെ പറയാം, ആരുമായിട്ട് ഉടക്കുണ്ടാക്കരുത്, പണങ്ങരുത്. സ്തോത്രം. പള്ളി പറഞ്ഞാലും സ്തോത്രം പറഞ്ഞേക്കണം. ഒരു പക്ഷേ നിങ്ങളെ ആക്ഷേപിച്ചെന്ന് വരാം, ഒറ്റപ്പെടുത്തിയെന്ന് വരാം, തിക്താനുഭവങ്ങൾ പലത് വന്നെന്ന് വരാം. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്. നീതിയോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക. നീതിമാന് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. അവന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. വരുമ്പോ ദൈവം ഉയർത്തും. പക്ഷെ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അവിടെ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. അപ്പൊ ഈ അന്ധകാര ശക്തി വന്നാൽ അനങ്ങാനും ഒക്കത്തിൽ അടുത്തിരിക്കുന്നവനെ എല്ലാരും തന്നെ ശോധന ചെയ്തോണം. അന്ധകാര ശക്തി വല്ലതും പിടികൂടുന്നുണ്ട്. അവിടെ കൂട്ടുവിശ്വാസിയെ കാണാൻ മേലെ ഓർത്തോണം അന്ധകാര ശക്തി. ഒരു ആരാധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഇഷ്ടമല്ലെങ്കിൽ ഓർത്തോണം തന്നെ അന്ധകാര ശക്തി. അനങ്ങാനൊക്കെ ഓർത്തോണം. സ്തോത്രം. അപ്പൊ പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു ബന്ധിച്ചു. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ അന്ത്യകാല വിഷയം വരെ തെളിയിച്ചു. ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈടുറ്റ ലേഖനമാണ്, വളരെ ആഴമേറിയ ലേഖനം. ഈ ലേഖനം എഴുതാനുള്ളതിന്റെ കാരണം രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദ തുണിഞ്ഞത്. പൊതുവിലുള്ള രക്ഷ, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. മറ്റൊരുത്തനിലും രക്ഷയിൽ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. യേശു ക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവം. യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവം. യേശു ക്രിസ്തു മാത്രമാണ് നിത്യദൈവം. യേശു ക്രിസ്തു മാത്രമാണ് ഏകദൈവം. അത് ശക്തമായിട്ട് പറഞ്ഞോണം, അത് പേടിക്കൊന്നും ചെയ്യണ്ട. അപ്പൊ പൊതുവിലുള്ള രക്ഷ, ഈ രക്ഷയെ പറ്റി എഴുതാൻ യൂദ തുനിഞ്ഞെങ്കിൽ എടുത്തു തുടങ്ങിയപ്പോ യൂദായ്ക്ക് മനസ്സിലായി ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. ദുരുപദേശത്തിനെതിരെ കാരണം എടുത്തു തുടങ്ങിയുന്ന സമയത്ത് ദുരുപദേശം പഠിപ്പിക്കുന്നവർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. ഇവര് വരുവെന്ന് പത്രോസ് മുന്നറിയിപ്പ് കൊടുത്തു. അന്ത്യകാലത്ത് ഇവര് വരും, അവര് വരുമെന്ന് പത്രോസ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷെ പത്രോസ് കൊടുത്ത മുന്നറിയിപ്പ് ഒന്നും വകവെക്കുന്നില്ല. യൂദ ഇത് എഴുതിയപ്പോൾ നുഴഞ്ഞു കയറ്റക്കാർ സഭയ്ക്കകത്ത് അങ്ങനെ എഴുതിയേക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥൻ നമ്മുടെ രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ ഇവർ നുഴഞ്ഞു കയറി. ഈ ദുർപദേശക്കാർ നേരെ വരത്തില്ല, ഈ നുഴഞ്ഞു വന്നെന്നുള്ള പദം ഞാൻ എപ്പോഴും പറയാം. നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പലസ്തീൻ സേന നുഴഞ്ഞു കയറി, പാകിസ്ഥാൻ സേന പേപ്പർ മലയാള മനോരമ ചിലപ്പോൾ വരുന്നതാ എന്ന് പറഞ്ഞാൽ ആ പണം വരുമ്പോ ഓർത്തോണം ഗുണം പിടിപ്പിക്കാൻ വരുന്നതല്ല. പാകിസ്ഥാൻകാര് നുഴഞ്ഞു വരുമ്പോ ഓർത്തോണം ഇന്ത്യക്ക് ഗുണം വരുത്താൻ ഇന്ത്യക്ക് കൂടെ വന്ന് സല്യൂട്ടും സ്വീകരിച്ച് ഔദ്യോഗിക ബഹുമതിയോടല്ലേ കയറി വരേണ്ടത്. അതിലെ വരാറ് കമ്പിവേലിയുടെ ഇടയിൽ കൂടെ വരുമ്പോ ഓർത്തോണം ഇന്ത്യക്ക് ഗുണം വരുത്താൻ വരും. നിങ്ങൾ പറയാം ഞങ്ങൾ എന്നെ വേണ്ട ഭാഷ, ഞങ്ങൾ
സ്തോത്രം, സ്തോത്രം. പണ്ടൊരു കവിത പറഞ്ഞത്, എമ്പനാൻ അല്പം കട്ടുപൂജിച്ച അമ്പലവാസി മൊത്തം കത്തും. പെന്തക്കോസ്തിൽ നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിയപ്പോ ആദ്യം ആഭരണമെല്ലാം കളഞ്ഞു. ഇപ്പൊ അവരുടെ മക്കള് പയ്യെ പയ്യെ, നിനക്ക് മനസ്സിലാകാഴിയാണോ അതോ കാര്യം തുറന്ന് പറയണം എന്തായാലും ഉണ്ട്. അല്ല ഞാൻ പോയി കഴിഞ്ഞ ഇവിടെ ഇരുന്ന് കൂടി ആലോചിക്കുന്നത്, പുള്ളി അന്നേരം പറഞ്ഞപ്പോ ഞങ്ങൾ മിണ്ടിയില്ലെന്നേ ഉള്ളു. അങ്ങനെ പുള്ളി അങ്ങനെ എന്തായാലും ഉണ്ടോ ഇപ്പൊ പറയണം. അപ്പന് വന്ന പെന്തക്കോസ്ത് വന്നപ്പം ആഭരണമെല്ലാം കളഞ്ഞു. മക്കളുടെ കാലം വന്നപ്പം വിടുന്നു, മോള് ലിറ്റിക്കിടുന്നു. ഉത്തരവാദിയല്ല. സ്തോത്രം.